ഇന്ന് പല പേരൻസും അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, മക്കളുടെ മനസ്സ്. സ്നേഹത്തിൻ്റെ കാര്യത്തിലും മറ്റു എല്ലാ കാര്യത്തിലും ചില മക്കളെ മാത്രം പരിഗണിച്ച് മറ്റുള്ള മക്കളെ അവഗണിച്ച് നിർത്തുന്ന രക്ഷിതാക്കളുമുണ്ട്. എല്ലാ രക്ഷിതാക്കളും എല്ലാ മക്കളെയും ഒരേപോലെ കണ്ട് എല്ലാ മക്കളെയും ഒരേപോലെ പരിഗണിച്ചിട്ട് വേണം നോക്കി വളർത്താൻ. രക്ഷിതാക്കളുടെയും മറ്റു മക്കളുടെയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് പിന്നീട് അവർ ഈ ചെയ്തു കൊടുക്കുന്ന മക്കൾ അവർക്കൊരു ശത്രുക്കളായി മാറുന്ന അവസ്ഥയും ഇന്ന് കാണുന്നുണ്ട്. മക്കൾ മനസ്സിലാക്കണം, എല്ലാ മക്കളും തുല്യമാണെന്ന്. ചെറുതെന്നോ വലുതെന്നോ അല്ലെങ്കിൽ ആണെന്നോ പെണ്ണെന്നോ വെച്ചിട്ട് ഒരു മക്കളെയും വേർതിരിച്ച് ഒരിക്കലും രക്ഷിതാക്കൾ കാണരുത്. രക്ഷിതാക്കൾക്ക് കഴിയുന്ന പോലെ മക്കളെ നോക്കി വളർത്തൽ രക്ഷിതാക്കളുടെ കടമയാണ്. അത് മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഒരിക്കലും രക്ഷിതാക്കൾ നിൽക്കരുത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ മക്കൾ നമുക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ ആ മക്കളെ കൂടുതൽ പരിഗണിച്ച് മറ്റുള്ള മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം അവർക്കും പാടെ ഉൾപ്പെടുത്തിയിട്ട് വേണം മുന്നോട്ട് പോവാൻ. കാര്യങ്ങളും നിറവേറ്റിക്കൊടുത്ത് ലാസ്റ്റ് നീ ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറയുന്ന രക്ഷിതാക്കളോട് അവരും നിങ്ങളെ മക്കൾ തന്നെയാണ്. കാരണം എല്ലാ മക്കളെയും ഒരേപോലെ കൊണ്ട് നടക്കുന്നിടത്താണ് രക്ഷിതാക്കളുടെ വിജയമുള്ളത്. എല്ലാ കടമകളും ചില മക്കളുടെ തലയിൽ വെച്ച് ഒന്നിനും കഴിയാതെ നിൽക്കുന്ന പേരൻസിനോട് നിങ്ങളുടെ കടമകളെല്ലാം നിറവേറ്റി തരുന്ന മക്കൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിലും ഒരിക്കലും നിങ്ങളുടെ മറ്റുള്ള മക്കളുടെ ഇടയിൽ അവരെ അവഗണിക്കാതിരിക്കുക. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക. പിന്നെ രക്ഷിതാക്കളുടെ സ്നേഹവും പരിഗണനയും സഹായവും കിട്ടുന്ന മക്കളോടാണ് പറയാനുള്ളത്. നിങ്ങൾ വേണം നിങ്ങളുടെ രക്ഷിതാക്കളോട് പറയാൻ, എൻ്റെ കൂടപ്പിറപ്പിനെയും അംഗീകരിക്കണം, എനിക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യവും അവർക്കും ചെയ്തു കൊടുക്കണം എന്നുള്ളത് ഈ സ്നേഹവും സഹായവും കിട്ടുന്ന മക്കൾ വേണം രക്ഷിതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. പിന്നെ ഉള്ളത് പറഞ്ഞാൽ രക്ഷിതാക്കൾ ഈ എല്ലാ കടമകളും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്ത മക്കൾക്ക് കുറച്ച് ടൈം കൊടുക്കണം. കാരണം അവരുടെ സമ്പാദ്യമെല്ലാം ബാക്കിയുള്ള മക്കളുടെയും പിന്നെ അതേപോലെ രക്ഷിതാക്കളുടെ സൗകര്യങ്ങളെല്ലാം ഒരുക്കി പിന്നീട് അവർക്ക് ലാസ്റ്റ് അവരുടെ കാര്യം നോക്കാൻ എത്തുമ്പോഴേക്കും ആരോഗ്യം കൊണ്ടാണെങ്കിലും അവർക്ക് കഴിയാത്തൊരവസ്ഥ വരും. ഒറ്റ നിമിഷത്തിൽ പിന്നീട് ആ മക്കൾക്ക് അവരുടെ ജീവിതങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. പിന്നീട് അവരുടെ കാര്യങ്ങൾ ഒന്നുങ്ങന്ന് തുടങ്ങിയിട്ട് വേണം അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് രക്ഷിതാക്കൾ ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും എല്ലാ മക്കളെയും ഒരേപോലെ പരിഗണിച്ചിട്ട് വേണം വളർത്തി വലുതാക്കാൻ. നമ്മളത് കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ മക്കൾ ക്യാഷ് തരുമ്പോൾ മാത്രം മക്കൾ ഒരിക്കലും രക്ഷിതാക്കളെ സ്നേഹിക്കാൻ നിൽക്കരുത്. ബാധ്യതകളൊക്കെ ഏറ്റെടുത്ത മക്കൾക്ക് രക്ഷിതാക്കളുടെ സ്നേഹവും ഇല്ല, പരിഗണനയും ഇല്ല, സഹായവുമില്ല. എല്ലാം ബാക്കിയുള്ള മക്കൾക്കായിരിക്കും ലഭിക്കുന്നത്. ചെറുതിലെ തൊട്ട് തന്നെ മക്കളെ എല്ലാവരെയും വിദ്യാഭ്യാസം നമ്മളെ കൊണ്ട് പറ്റണ പോലെ വിദ്യാഭ്യാസം കൊടുക്കുക. ആണെന്നോ പെണ്ണെന്നോ വെച്ചിട്ട് മക്കളെ വേർതിരിച്ച് കാണാതിരിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ മക്കൾക്ക് ഒരു പ്രായം വരെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റണ പോലെ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും മറ്റുള്ള മക്കളെ വേർതിരിച്ച് കാണുമ്പോൾ മറ്റുള്ള മക്കൾക്കിടയിൽ വെച്ചിട്ട് ഒരു മക്കളെ മാത്രം അവഗണിക്കുമ്പോൾ അത് എന്തിൻ്റെ പേരിലായിക്കോട്ടെ അവഗണിക്കുമ്പോൾ അത് മക്കൾക്ക് എത്ര ആയിക്കഴിഞ്ഞാലും അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത മക്കളോട് രക്ഷിതാക്കൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അവരെ അംഗീകരിക്കുകയാണ് ചെയ്യേണ്ടത്.